തമിഴ്നാട്ടില് കോൺഗ്രസിന്റെ ഒപ്പാണ്. നേരെ മറ്റൊരു സ്റ്റേറ്റിൽ പോയ ആരൊപ്പില്ല. അങ്ങേപ്പുറത്ത് സ്റ്റേറ്റിൽ പോയ രണ്ടിൻ്റെ നടുവിൽ ചിലയിടത്ത് BJP പോകും. നോക്കണം നിങ്ങൾ. അപ്പോൾ വ്യക്തമായ നിലപാടില്ല. ആരൊപ്പ എവിടെയൊക്കെയെന്നൊരു പിടുത്തമില്ല. നമ്മൾ ഈ വാച്ച് നേരാക്കണ കടയിൽ അങ്ങനെയുള്ള വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ഒരുപാട് വാച്ച് ഉണ്ടാവും. അതിൽ ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിലാണ് 3 സൂചി കൂടി 6ലേക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ഓനോട് ചോദിക്കാൻ പറ്റും എന്ത് ഏർപ്പാടാണ്. അതൊരു റിപ്പയർ കടയാണ്. അത് അവിടെ ടൈം കാണിക്കാൻ പറ്റില്ല. CPM ഒരു റിപ്പയർ പാർട്ടിയാണ്. ഓലിപ്പത് ഇങ്ങനെ നടക്കുകയാണ്. ഓലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട് യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഒരു കോൺഗ്രസ് വന്നില്ലെന്നുള്ള ബേജാറൊന്നും ഓലിക്കില്ല. അപ്പൊ ഓല് പറഞ്ഞ കണ്ടില്ലേ, രാഹുൽ ഗാന്ധി അമേത്തിയിലായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തോ? പറച്ചിൽ കേട്ടാ തോന്നും ബംഗാളിൽ ഒരു മല മറിച്ചിരുന്നു. 35 കൊല്ലം വരെ അവിടെ മല മറിച്ച്. എന്നിട്ട് ആ ബംഗാളി അവിടെ ഒരു അലാഖൈറും ഇല്ലായിട്ട് നമ്മളെ നാട്ടിൽ കയറുന്നു. ബംഗാളിയാണ് നിറഞ്ഞിന്ന്. ഇവിടുത്തെ മാർക്കിസ്റ്റരൊക്കെ പറഞ്ഞത് ഞങ്ങൾ 35 കൊല്ലം അവിടെ ബംഗാളി ഞങ്ങൾ ഭരിച്ചു, ഇതേപോലെ ഞങ്ങൾ കേരളം ബംഗാളാക്കുന്നതാണ്. ഇപ്പൊ എന്താ പറയാ, നോക്കണോടത്തൊക്കെ ബംഗാളി. ഇത്ര സ്പീഡിൽ ബംഗാളാക്കുന്ന നമ്മൾ കരുതിയില്ല. ഇപ്പൊ എന്റെ വല്യമാർക്കൊക്കെ ഹിന്ദി പഠിഞ്ഞ്, ഞാൻ വെറുതെ പറയല്ല. എന്റെ വല്യമ്മൊക്കെ കാണാൻ വടക്കോർത്ത് പണിക്കുന്ന ഹിന്ദിക്കാരോട് ഭായ് ഇതറാവോ, ഞാൻ അത്ഭുതപ്പെട്ടു. ഈ തള്ളക്ക് എങ്ങനെ ഇത് പഠിഞ്ഞു. അപ്പൊ ഒരു മാസം കൂടി നിന്നാല് എന്റെ വല്യമ്മ ചിലപ്പോ മലയാളം തന്നെ മറന്നുകൂടെയില്ല. ചിലപ്പോ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്താ കാര്യം, ദുബായ് അബുദാബിക്ക് പോണ പോലെ ബംഗാളികളൊക്കെ നമ്മളെ നാട്ടിൽ ചെന്നു. എന്ത് സന്തോഷമായിട്ടെന്നറിയോ, അവരിവിടെ ഇൻസൈഡൊക്കെ ചെയ്ത് ഹെഡ്സെറ്റൊക്കെ. അവിടെ ഒന്നും സ്വാതന്ത്ര്യമില്ല. അവിടെ ഈ കലാപം കുഴപ്പം ഈ പാർട്ടി ഇങ്ങനെ ഈ കാൽനട ജാഥ 10-ാം ദിവസം 20-ാം ദിവസം ഇങ്ങനെ കൊണ്ടുപോവുക. ഇപ്പൊ കണ്ടില്ലേ, ലക്ഷം വീട് കോളനി താമസിക്കുന്ന പഴയ പാവങ്ങളൊക്കെ ജാഥന്റെ ഒപ്പം വനിതാ മതിലിന് ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. നിങ്ങൾക്ക് അത് തരാ, ഇത് തരാ, നിങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ പൈസ കൂട്ടിത്തരാ. ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാം കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ആ പെൻഷൻ തന്നെ മര്യാദ കൊടുത്തിട്ടുണ്ടോ? പെൻഷൻ തന്നെ മര്യാദ കൊടുത്തില്ല. എത്ര ആൾക്കാർക്ക് പെൻഷൻ കിട്ടാൻ? പെൻഷന് വേണ്ടി ഇപ്പൊ എന്റെ നാട്ടിലെ മൊയ്തൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ മരിച്ചിക്കണെന്നാ. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇങ്ങോട്ട് ചോദിച്ചാൽ പറയാം നിങ്ങൾ മരിച്ചിക്കണെന്ന്. അപ്പൊ മൊയ്തൊക്കെ അയമൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ മരിച്ചിക്കണെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് മരിച്ചിക്കണോ? അപ്പൊ അയമൊക്കെ ഞാനും മരിച്ചെന്ന് പത്രക്കും വീടും കിട്ടിയിരിക്കണം. ഇത്ര പേര് ജീപ്പ് വിളിച്ചു പോവുക, നിങ്ങൾ ഉൾക്കാടോന്ന് വേറൊരാള്. അപ്പൊ ഞങ്ങൾ മരിച്ചവരൊരു മീറ്റിംഗ് ഉണ്ട്, ഇജ്ജ് വരണോന്ന്. ഞാൻ ചോദിക്കുക, അങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് മരിച്ചിക്കണെന്ന് അറിയാം. എന്നാ മരിച്ചവരെങ്ങനെ കെട്ടിട്ട് പറയാ, ഇല്ല നിങ്ങൾ മരിച്ചിട്ടില്ല, ഇല്ല നിങ്ങൾ മരിച്ചു. ഞാൻ ചോദിക്കണേ, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് മനുഷ്യന്മാരിവിടെ പട്ടിണിയിൽ കഷ്ട വന്നു. കണ്ണൂര് മര്യാദക്ക് ടോയ്ലറ്റ് കൊടുത്തിട്ടില്ല അവര്. ഇത്ര ബംഗാളത്തെ കഥ പറയുന്നത്. ബംഗാളിലൊന്നും കൊടുത്തിട്ടില്ല. വല്ലതും കൊടുക്കുകയാണെങ്കിൽ 35 കൊല്ലം അധികാരം കിട്ടിയോടത്ത് കൊടുക്കണ്ടേ? അവിടെ തന്നെ കൊടുക്കാത്തൊരു ഇവിടെ കൊടുക്കുമോ? ഞാൻ പ്രസംഗിക്കുമ്പോ പറയലുണ്ട്, പണ്ട് മയ്യത്ത് നിസ്കാരം നടക്കുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പറച്ചില് ഉസ്താദ് പറയും, ഇന്നാളിന്നാളും മരിച്ചിട്ടുണ്ട്, ജീവിതകാലത്ത് വല്ല വാക്കോ പ്രവർത്തിയോ. സ്ത്രീകൾ മരിച്ചാലും അവിടെ പറയലുണ്ട്, ആരെങ്കിലും വെറുപ്പിക്കുന്നത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, നിങ്ങൾക്ക് നാളെ സ്ഥിതി വരും. അതോടൊപ്പം സാമ്പത്തികമായി വല്ല ഇടപാടുണ്ടെങ്കിൽ ഇന്ന ആളെ കാണേണ്ടതാണ്. അപ്പൊ എന്റെ നാട്ടിൽ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹം മരിച്ചെടുക്കുന്ന ആൾ വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബഷീർ ഉണ്ട്, അവനുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ പിന്നിലെ സ്റ്റെപ്പൊന്ന് ഒരു ചങ്ങായി വിളിച്ചു, ഉസ്താദെ ബഷീർ എനിക്ക് ഒരാളെ മര്യാദക്ക് തന്നിട്ടില്ല, നിങ്ങൾ ആൾക്കാരുള്ള തോന്നുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ ബംഗാളിൽ തന്നെ നല്ലപോലെ കൊടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ കേരളത്തിൽ കൊടുക്കാൻ? ഒന്നുമില്ല, കഴിയില്ല. അപ്പൊ നോക്കണം.